സാറേ, ഒരു 55 സീറ്റിന്റെ കണക്ക് ഒരു സഖാവിനോട്, ഒരു പാർട്ടി പ്രവർത്തകനോട് ചോദിക്കുമ്പോൾ ഈ കേരളത്തിൽ 55 സീറ്റുകൾ എങ്ങനെ ഞങ്ങൾ താഴേക്ക് പോകുന്നവർ ഇന്നലെ സായാഹ്നം വരെ ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യമുണ്ട്. അവിടെ ഇന്ന് ഈ പാർട്ടി കുത്തക മണ്ഡലങ്ങൾ മുഴുവൻ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുമ്പോൾ പി കെ ശ്യാമളയുടെ തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വം, മട്ടന്നൂരിൽ നിന്ന് ശൈലജ ടീച്ചറിനെ മാറ്റിയതിൻ്റെ ഒരു കൃത്യമായ ആൻസർ ഇല്ലായ്മ, അതുപോലെ തന്നെ ജി സുധാകരനും കുഞ്ഞികൃഷ്ണനും ടി കെ ഗോവിന്ദനും ഒക്കെ ഈ നാട്ടിൽ വിമത ശബ്ദമായി നിന്നതിനെ അതിനെ അഡ്രസ്സ് ചെയ്തതിലുള്ള പോരായ്മ, നിഷ്പക്ഷരായ വോട്ടർമാരെ മാത്രമല്ല പാർട്ടി വോട്ടുകൾ കൂടി, അതായത് ഇന്നിപ്പോൾ സതീശൻ വാർത്താ സമ്മേളനത്തിൽ തുടങ്ങി വെച്ചത് ഇങ്ങനെയാണ്: ഉത്തമ ബോധ്യമുള്ള ഉത്തമരായ കമ്മ്യൂണിസ്റ്റുകളും പാർട്ടി സഖാക്കളും ന്യൂനപക്ഷങ്ങളും നിഷ്പക്ഷർക്കും നന്ദി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സത്യത്തിൽ പാർട്ടി വോട്ടുകൾ കുത്തൊലിച്ചു പോയി എന്നുകൂടി പറയണ്ടേ? ചില മണ്ഡലങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ അതിനകത്ത് ചിലപ്പോൾ അത് ശരിയാണെന്ന് തോന്നുന്നു. ഉദാഹരണം പയ്യന്നൂർ പോലെയുള്ള, മട്ടന്നൂർ പോലെയുള്ള, തളിപ്പറമ്പ് പോലെയുള്ള, ധർമ്മടം പോലെയുള്ള മണ്ഡലങ്ങൾ എടുത്താൽ പാർട്ടി ഗ്രാമങ്ങൾ എന്ന് വെച്ചാൽ പാർട്ടിക്ക് ഏകപക്ഷീയമായി വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുടേതായ വലിയ സ്വാധീനമുള്ള ഇടങ്ങളിൽ പോലും അപ്രതീക്ഷിതമായ തോൽവി പാർട്ടിക്ക് ഉണ്ടായത് ഒരു പക്ഷേ ഈ ആരോപണത്തെ ശരിവെക്കുന്നതായിരിക്കും. അത് അങ്ങനെ പറയുമ്പോഴും കേരളത്തിലെ ഭൂരിപക്ഷം മണ്ഡലങ്ങളിലെയും ഭൂരിപക്ഷം ആളുകൾ വോട്ട് ചെയ്തുകൊണ്ടല്ല ഏതെങ്കിലും ഒരു പാർട്ടി ജയിക്കുന്നത്. കേരളത്തിൽ നോക്കൂ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരിക്കലും 50%-ലധികം വോട്ട് കിട്ടിയിട്ടില്ല ഒരു തെരഞ്ഞെടുപ്പിൽ. എന്നാൽ ചില മണ്ഡലങ്ങളിൽ ധർമ്മടത്ത് കിട്ടിയിട്ടുണ്ട്, പയ്യന്നൂർ കിട്ടിയിട്ടുണ്ട്, അങ്ങനെയുള്ള ചില മണ്ഡലങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഈ പ്രാവശ്യം സ്വാഭാവികമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടൊപ്പം നിൽക്കേണ്ട, ഇല്ലെങ്കിൽ അവരുടെ അനുഭാവികളും ആ അനുഭാവികൾ പറയുന്ന കേൾക്കുന്നവരുമായ ആളുകൾ ഒരു പക്ഷെ പാർട്ടി അറിയുന്നതിനും അപ്പുറം പാർട്ടിയുടെ പല സമീപനങ്ങളോടുള്ള പ്രതിഷേധം അവർ ഈ അവസരത്തിൽ രേഖപ്പെടുത്തിയതുകൊണ്ടാകും വളരെ അവിചാരിതമായ തരത്തിൽ വലിയ വിജയങ്ങളുണ്ടായത് പാർട്ടിക്കെതിരെ. നമുക്ക് പാർട്ടിക്ക് പുറത്തു പോയി പാർട്ടിയെ വെല്ലുവിളിക്കുന്നവർ പലപ്പോഴും, ഇപ്പോൾ ഗൗരിയമ്മയുടെ കാര്യം എടുക്കാം, എം വി രാഘവൻ്റെ കാര്യം എടുക്കാം, അവരൊക്കെ പുറത്തുപോയി ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി എന്ന് മാത്രമല്ല കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ തന്നെ വലിയ ശക്തികളായിരുന്ന വ്യക്തികളാണ്. അത്രയൊന്നും വലിയ ശക്തികളല്ലാത്ത ചില ആളുകൾക്ക് പോലും, ഇപ്പം ജി സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വലിയ രാഷ്ട്രീയ പാരമ്പര്യം ഉണ്ടെങ്കിലും അദ്ദേഹം ഒരു സംസ്ഥാനത്തെ പല നേതാക്കളുടെ ഒരാളാണ്. അല്ലാതെ എം വി രാഘവനോ തുല്യമായോ ഇല്ലെങ്കിൽ ഗൗരിയമ്മയ്ക്ക് തുല്യമായി കാണാൻ കഴിയുന്ന ആളല്ല. അപ്പം ജി സുധാകരനെ പോലെയുള്ള, ഇല്ലെങ്കിൽ കണ്ണൂരിലെ പ്രധാനപ്പെട്ട 2 പാർട്ടി പ്രവർത്തകരെ പോലെയൊന്നുള്ളവരല്ല. അപ്പോൾ അത്തരം ആളുകൾ പാർട്ടിക്ക് പുറത്തു പോവുകയും ഏറ്റവും അവസാന നിമിഷം അവർ UDF-നോടൊപ്പം ചേരുകയും ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ പിണറായിയൊക്കെ പറഞ്ഞതുപോലെ ഇത്തരം ആളുകളെ വർഗവഞ്ചകരായി പാർട്ടി അനുഭാവികളും പാർട്ടി പ്രവർത്തകരും കണ്ട് അവരെ ഒറ്റപ്പെടുത്തുന്ന ഒരു പഴയ ശൈലിക്ക് മാറ്റം ഉണ്ടായിരിക്കും. ഇവിടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രത്യേകിച്ചും ഇന്ത്യയിലാകെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് തിരിച്ചടി ഉണ്ടാകുന്നു. ആ സാഹചര്യത്തിൽ മാറിയ ജനാധിപത്യ പൊതുമണ്ഡലത്തിൽ നടത്തേണ്ട പല ജനാധിപത്യപരമായ മാറ്റങ്ങളും നടത്താൻ പാർട്ടി വൈകിപ്പോയോ എന്നൊരു സംശയം ശക്തിപ്പെടുത്തുന്ന തരത്തിലാണ്. അതെ, ഒരു അസംഷൻ ഒരു കേസ് പറയുകയാണെങ്കിൽ, തളിപ്പറമ്പിൽ വി കെ സനോജ്, മട്ടന്നൂരിൽ ശൈലജ ടീച്ചർ, ഇങ്ങനെ ഒരു ഫോർമുലയായിരുന്നു കണ്ണൂർ ആ മണ്ഡലങ്ങളിൽ വന്നിരുന്നെങ്കിൽ ഇതേപോലെ കണ്ണൂർ പാർട്ടിക്ക് തിരിച്ചടി നേരിടുമായിരുന്നു. താങ്കൾ എങ്ങനെ കാണും? ഇത്തരം കാര്യങ്ങളില്ല. ഒന്ന്, അവരുടെ പാർട്ടി നേതാക്കന്മാർ പറയുന്നത് ആ പാർട്ടിയുടെ ആളുകൾ എവിടെ മത്സരിക്കണം തീരുമാനിക്കേണ്ടത് പാർട്ടിയുടെ കമ്മിറ്റിയാണ്. പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇത്തരം കാര്യങ്ങൾ ഒരു വ്യക്തിയല്ല തീരുമാനിക്കപ്പെടുന്നത്.